അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് ആഘോഷങ്ങളുമായി റബീഉൽ അവ്വൽ വീണ്ടും കടന്നു വന്നിരിക്കുകയാണ്. 1501 മീലാദ് ദിനാഘോഷങ്ങൾ ലോകമെമ്പാടും ആഘോഷിക്കുന്ന വേളയിൽ മഹബത്തിൻ്റെ ചെറിയൊരു ഖിദ്മത്തുമായി അസാസ് എന്ന മഹത്തായ നമ്മുടെ പ്രസ്ഥാനം അൽ ജമാൽ അൽ കമാൽ എന്ന പേരിൽ പ്രവർത്തിച്ചു വരുന്ന പദ്ധതി ഇന്ന് തുടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അവിടുത്തെക്കുറിച്ച് പഠിക്കുകയും അവിടുന്ന് പഠിപ്പിച്ചു തന്നത് മുഴുവനും ഏറ്റെടുത്ത് ചര്യയാക്കുകയും ചെയ്യേണ്ടത് ഏതൊരു സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുന്നതോടൊപ്പം പൂർണ്ണമായി സ്നേഹിക്കുകയും സ്നേഹം ഈമാനിൻ്റെ സമ്പൂർണ്ണതയ്ക്ക് അനിവാര്യമാണെന്ന് അവിടുന്ന് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സ്വന്തം അനുചരന്മാരായ സഹാബാക്കൾ അവിടുത്തോട് കാണിച്ച സ്നേഹത്തിൻ്റെ ചില ശിഖരങ്ങൾ മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഈ മഹബത്തിൻ്റെ ലോകത്ത് ചെറിയൊരു പങ്കാളിത്തം മാത്രമാണ് ഈ സമയത്ത് നാം ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ യാത്ര കഴിഞ്ഞ് മദീനയിലെത്തി മസ്ജിദുൽ ഖുബായിൽ നിന്ന് ഒട്ടകപ്പുറത്ത് മദീനയുടെ മധ്യഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹം മുത്തുനബിയെ കാണാൻ വേണ്ടി കൊതിച്ചു നിന്ന മുഴുവൻ മദീന നിവാസികളുടെയും ഉൾത്തടങ്ങളിൽ മുത്തുനബി എൻ്റെ വീട്ടിൽ ഇറങ്ങണം, എൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴെല്ലാം മുത്തുനബി തങ്ങൾ അവരോട് പറഞ്ഞു, ദഊഹ ഫൈന്നഹ മഅ്മൂറ, ആ ഒട്ടകത്തെ നിങ്ങൾ വിട്ടേക്കൂ, അതിന് പ്രത്യേക നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്. അങ്ങനെ എല്ലാവരും ക്ഷമിച്ച് മാറി നിൽക്കുമ്പോൾ ഒട്ടകം നടന്ന് ചെന്ന് ഒട്ടകം മുട്ടുകുത്തുന്നത് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടുമുറ്റത്താണ്. മദീനയിലെ പ്രമാണിയും 1000 വർഷങ്ങൾക്ക് മുമ്പ് തുബ്ബഅ രാജാവ് മദീനയിലെത്തിയപ്പോൾ മദീന നിവാസികൾ നൽകിയ സേവനങ്ങൾക്കും സൽക്കാരങ്ങൾക്കും പിറകെ അദ്ദേഹം മദീന നിവാസികളോട് പറഞ്ഞു, കാലങ്ങൾക്ക് ശേഷം അന്ത്യപ്രവാചകൻ ഈ മണ്ണിൽ വരികയും അദ്ദേഹം ഇവിടെ താമസിക്കുകയും ചെയ്യും. അതിനായി എൻ്റെ ഒരു പങ്കാളിത്തമെന്ന് പറഞ്ഞ് ചെറിയൊരു വീട് അദ്ദേഹം അന്ന് തന്നെ പണി കഴിപ്പിച്ചിരുന്നു. ആ വീടാണ് ഇന്ന് അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ താമസിക്കുന്ന വീട്. ആ വീട്ടിൽ ഒട്ടകം മുട്ടുകുത്തി മുത്തുനബി തങ്ങൾ അവിടെ ഇറങ്ങുമ്പോൾ ആവേശോജ്വലനായി വന്ന് ഹസ്തദാനം ചെയ്ത് സ്വീകരിക്കുന്നത് കർണാനന്ദകരമാകുന്നൊരു സംഭവമാണ്. ആ സമയത്ത് മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഹാദൽ മൻസിൽ ഇൻഷാ അല്ലാഹ്, ഇനി ഇവിടെയാണ് നാം താമസിക്കുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മദീന പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാകുന്നത് വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ഒരു രാത്രിയിൽ കിടക്കാൻ വേറെ സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ താഴെ തട്ടിൽ മുത്തുനബിയും അതിൻ്റെ മേലെ തട്ടിൽ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരിയും ഭാര്യയും കിടന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം വിറച്ചാണ് മുത്തുനബിയുടെ മുകളിൽ കിടക്കേണ്ടി വന്നല്ലോ എന്ന സാഹചര്യം ഓർത്ത് വിഷമിക്കുമ്പോഴും പാതിരാത്രിയുടെ നടുവിൽ കുടിക്കാൻ വെച്ചിരുന്ന വെള്ളവും കോപ്പയും ചരിയുകയും തൻ്റെ വിരിപ്പിൽ അത് പരക്കുകയും ചാടി എഴുന്നേറ്റ് തിരുതാഹ തങ്ങളുടെ പുറത്തൊരു തുള്ളിയെങ്ങാനും വീണുപോകുമോ എന്ന് പേടിച്ച് അത് പെട്ടെന്ന് ഒപ്പിയെടുത്ത് വൃത്തിയാക്കുകയും ചെയ്തു. പക്ഷേ പിറ്റേന്ന് മുതൽ മുകളിൽ കിടക്കാൻ അദ്ദേഹം തയ്യാറായില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ വിഷമം പറയുകയും മുത്തുനബി തങ്ങൾ മുകളിൽ കിടക്കാൻ തയ്യാറാവുകയും ചെയ്തു. അത്രയും അദബോടെ, അത്രയും സ്നേഹത്തോടെ ഒരു തുള്ളി വെള്ളം പോലും അവിടെ വീണുകൂടാ, അവിടുത്തെ വിശ്രമത്തിനൊരു ഭംഗം വന്നുകൂടാ എന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സഹാബത്തിനെ കാണുക മാത്രമല്ല അവരുടെ സ്നേഹം നാം ഏറ്റെടുക്കുകയും ചെയ്യേണ്ടതാണ്. ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ പേര് ഖാലിദ് ബിൻ സെയ്ദ് എന്നാണ്. ബദർ യുദ്ധത്തിലും
ഉഹദ് യുദ്ധത്തിലും ഖന്തഖ് യുദ്ധത്തിലും ബൈഅത്ത് റിദ്വാനിലും അടക്കം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എല്ലാ സമരങ്ങളിലും യുദ്ധങ്ങളിലും കൂടെയുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അബൂ അയ്യൂബിൽ അൻസാരി തങ്ങൾ. 150 ഹദീസുകൾ മഹാനവറുകളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 7 ഹദീസ് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ഹദീസായി വന്നിട്ടുണ്ട്. അങ്ങനെ അറിവിൻ്റെ രംഗത്തും ഉന്നതങ്ങളിൽ വിരാജിച്ച മഹാനായിരുന്നു അബൂ അയ്യൂബിൽ അൻസാരി തങ്ങൾ. ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ടെങ്കിലും ഖൈബർ യുദ്ധത്തിൻ്റെ വേളയിൽ യുദ്ധം കഴിഞ്ഞ് സഫിയ ഉമ്മയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചു. ആ ഖൈബറിൻ്റെ ടെൻറ്റിൽ തന്നെ വീട് കൂടാൻ തീരുമാനിച്ചു. ആ സമയം ചിന്തിക്കേണ്ടത് സഫിയയുടെ പിതാവും ഭർത്താവും കുടുംബാദികളുമൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞു. ആ സഫിയയുമായി നബി തങ്ങൾ വീട് കൂടുമ്പോൾ എന്തെങ്കിലും പരിഭവമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതി അബൂ അയ്യൂബിൽ അൻസാരി തങ്ങൾ പാതിരാവിൽ എല്ലാവരും പിരിഞ്ഞു പോയപ്പോഴും ഉറങ്ങാതെ ഊരിപ്പിടിച്ച വാളുമായി ആ ടെൻറ്റിൻ്റെ ചുറ്റും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേഫ്റ്റിയായി പ്രൊട്ടക്ഷനായി അവിടെ ഇങ്ങനെ കാത്തു നിന്നിരുന്നു ബഹുമാനപ്പെട്ട അബൂ അയ്യൂബിൽ അൻസാരി തങ്ങൾ. വെളുപ്പാങ്കാലത്ത് മുത്തുനബി തങ്ങൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് അബൂ അയ്യൂബിൽ അൻസാരിയുടെ ആ ഗൗരവമേറിയ നൃത്തമാണ്. മഹാനവറുകൾ ചോദിച്ചു, ആ ലക്കയാ അബാ അയ്യൂബ്, നിനക്ക് എന്ത് പറ്റി മോനെ, എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, യാ റസൂലല്ലാഹ് സാഹചര്യം ഇതാണല്ലോ, അപ്പോൾ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഞാൻ നിന്നതാണെന്ന് പറഞ്ഞു. മുത്തുനബി തങ്ങളെ വല്ലാതെ ആകർഷിക്കുകയും നബി തങ്ങൾ ദുആയിരുന്നു, അല്ലാഹുമ്മ ഹ്ഫദ് അബാ അയ്യൂബ് കമാ ബാത്ത യഹ്ഫളുനി, എന്നെ സംരക്ഷിക്കാൻ വേണ്ടി അബൂ അയ്യൂബ് ഉറക്കമൊഴിഞ്ഞ് കാത്തു നിന്നതുപോലെ യാ അല്ലാഹ് അദ്ദേഹത്തിനെ നീ എല്ലാ സമയത്തും കാത്തു സൂക്ഷിച്ചു കൊള്ളണമേ നാഥ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുത്തുനബി തങ്ങളുടെ സ്നേഹം മുഴുവൻ ഏറ്റെടുക്കാൻ ഭാഗ്യം ലഭിച്ച മഹാവ്യക്തിത്വമാണ് അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു. നമുക്കവരെ സ്നേഹിക്കാം. അവർ സ്നേഹിച്ചു തന്ന മുത്തുനബിയോടുള്ള സ്നേഹം നമുക്ക് പങ്കുവെക്കുകയും ചെയ്യാം. നാഥനായ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.